പേരിലും പ്രകൃതി ഭംഗിയിലും വ്യത്യസ്തത പുലർത്തുന്ന ധാരാളം പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞ ആടുകളും മാടുകളും നിറഞ്ഞ പത്തായപ്പുര ഫാം ഹൗസിന്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത്. 60ഓളം ഫലവൃക്ഷങ്ങളും നിരവധി ഔഷധ സസ്യങ്ങളും പച്ചക്കറി ഫാമും കുട്ടികൾക്ക് കളിക്കാനായി പാർക്കും എല്ലാം ഒരുക്കി ഇവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് പ്രസന്ന. ഞാൻ 33 വർഷം ടീച്ചറായി വർക്ക് ചെയ്തതാണ്. 2019-20 ലോക്ക്ഡൗൺ സമയം. ആ സമയം നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് RT മിഷൻ്റെ ക്ലാസ്, ഓൺലൈനായിട്ടുള്ള ക്ലാസ് ആരംഭിച്ചത്. 1 മാസത്തെ ക്ലാസ്, ഇത് ഹോം സ്റ്റേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഫാം ടൂറിസം, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു അപ്പോൾ നടന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഹോം സ്റ്റേയും ഫാം ടൂറിസവും ഫാം വിസിറ്റ്, അതിനൊക്കെ കുറേ കാര്യങ്ങൾ രൂപേഷ് സാറും അവരുടെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല ക്ലാസ് എടുത്ത് അതിലേക്ക് നമ്മളെ ആകർഷിക്കപ്പെട്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ RT മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പത്തായം നമുക്ക് പണ്ട് മുതലേ അറിയുന്നതാണ്. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കലവറ. നമ്മൾ ഇവിടെയുള്ളത് നമ്മൾ പ്രകൃതിയിലെ മൊത്തം സംരക്ഷിക്കപ്പെടുന്ന ഒരു കലവറയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാവിധ ധാന്യങ്ങളും, നെല്ലടക്കമുള്ള എല്ലാവിധ ധാന്യങ്ങൾ, അതുപോലെ പച്ചക്കറികൾ, മറ്റ് മത്സ്യമൃഗാദികൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുര, ഒരു പത്തായപ്പുര, അങ്ങനെയാണ് ഫാം പത്തായപ്പുര എന്ന പേരിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. മിയാവാക്കി ഫോറസ്റ്റ്, മീൻകുളം, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, അല്പം അഡ്വഞ്ചർ ആകാൻ സിപ്പ് ലൈൻ, തോണിയാത്ര, കൃഷി, ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു പത്തായത്തിൽ എങ്ങനെ സാധനങ്ങൾ സൂക്ഷിക്കുന്നുവോ അതുപോലെ 30 ഏക്കറിലായി ഈ പത്തായപ്പുരയിൽ ഓരോന്നും സൂക്ഷിച്ചിരിക്കുകയാണ് പ്രസന്ന ടീച്ചറും ഭർത്താവും. പത്തായപ്പുരയിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന രക്തശാലി അരിയിൽ പാചകം ചെയ്ത ചോറും അവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറിയും ഉപയോഗിച്ച് രുചികരമായ സദ്യയും ഒരുക്കി നൽകുന്നുണ്ട് പ്രസന്ന ടീച്ചർ.